അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ 17 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18 അഗൈൻ കോർഡിനേറ്റ്സ് ആൻഡ് കോർഡിനേറ്റ് ജിയോമെട്രി തന്നെയാണ്. നമുക്കവിടെ 4 പോയിന്റ്സ് എ ബി സി ഡി എന്ന് പറയുന്ന 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ എ ബി സി 3 പോയിന്റ്സ് കോർഡിനേറ്റ് അവിടെ തന്നിട്ടുണ്ട്. A1,3, B2,5, C3,7. എന്താണ് എ ബി ഈക്വൽസ് ബി സി ഈക്വൽസ് സി ഡി. ആ ഡിസ്റ്റൻസുകൾ എല്ലാം സെയിം ആണ്. എ ബി ബി സി സി ഡി ഈ 3 ഡിസ്റ്റൻസുകളും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ് ഓഫ് ഡി എന്ത് വരും? അതാണ് ആദ്യത്തെ ചോദ്യം. ദെൻ സ്ലോപ്പ് ഓഫ് ദ ലൈൻ, ഇക്വേഷൻ ഓഫ് ദ ലൈൻ. 3 കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എ ബി സി 3ന്റെയും എക്സ് കോർഡിനേറ്റുകൾ നോക്കിയേ എന്താണ് 1 2 3. 1 വെച്ച് ആഡ് ചെയ്താണ് പോകുന്നത്. വൈ കോർഡിനേറ്റോ 3 5 7. എന്ത് ചെയ്തു 2 വെച്ച് 3 + 2 5 + 2 അങ്ങനെ 2 വെച്ചാണ് ആഡ് ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പോൾ ഇതെന്താണ് ഒറ്റ ലൈൻ ആയതുകൊണ്ടും എ ബി ബി സി സി ഡി ഇതൊക്കെ സെയിം ആയതുകൊണ്ടും ഓട്ടോമാറ്റിക്കലി എന്ത് വരും ഡിയുടെ കോർഡിനേറ്റ് നമുക്ക് എന്ത് എഴുതാം? ക്വസ്റ്റ്യൻ നമ്പർ 18 എ പാർട്ട് എന്താണ് ഡിയുടെ കോർഡിനേറ്റ്സ് ആണ് അല്ലെ. ഡിയുടെ കോർഡിനേറ്റ്സ് ആണ് വരിക. ഡിയുടെ കോർഡിനേറ്റ്സ് പറയുന്നത് എന്താണ് എ 1 2 3. സ്വാഭാവികമായിട്ടും എക്സ് കോർഡിനേറ്റ് ഡിയുടെ എന്തായിരിക്കും 4 ആയിരിക്കും. ഓക്കെ, ഡിയുടെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും 4 ആയിരിക്കും. ദെൻ വൈ കോർഡിനേറ്റ് നമ്മൾ പറയുന്നത് എന്താണ് 2 വെച്ചാണ് ആഡ് ചെയ്തത് 3 ആയിരുന്നു. ദെൻ 5 ആയി, ദെൻ 7 ആയി, ദെൻ നെക്സ്റ്റ് വൺ ഏതായിരിക്കും 9 ആയിരിക്കും. ഒരു സിംഗിൾ സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ടും ഡിസ്റ്റൻസുകൾ സെയിം ആയതുകൊണ്ടും നമുക്ക് എന്താണ് ഇങ്ങനെ തന്നെയായിരിക്കും വരിക. ഓക്കെ, ബി പാർട്ട് ക്വസ്റ്റ്യൻ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. ഓക്കെ, സ്ലോപ്പ് ഓഫ് ദ ലൈൻ കിട്ടാൻ വേണ്ടി ഏതെങ്കിലും 2 പോയിന്റ് എടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ എയും ബിയും എടുക്കുകയാണ്. എ എന്താണ് 1,3, ബി എന്ന് പറയുന്നത് എന്താണ് 2,5. ഓക്കെ, സ്ലോപ്പ് കിട്ടാൻ സ്ലോപ്പിന്റെ ഇക്വേഷൻ നമുക്കറിയാം. സ്ലോപ്പ് എം ഈക്വൽസ് എന്താണ് y2 - y1, അതായത് 5 - 3 ഡിവൈഡഡ് ബൈ x2 - x1 2 - 1. 5 - 3 ചെയ്യുമ്പോൾ 2 കിട്ടും. 2 - 1. ദെൻ 2 - 1 1 ആണ്. ദാറ്റ് ഈക്വൽസ് എന്ത് വരും 2 എന്ന് വരും. അപ്പൊ സ്ലോപ്പ് എന്ത് കിട്ടി 2 എന്ന് കിട്ടി. സ്ലോപ്പ് ഒരു റേഷ്യോ തന്നെ പ്രത്യേകിച്ച് എന്താണ് അതിന് യൂണിറ്റുകളൊന്നും ആവശ്യമില്ല. ദെൻ സി പാർട്ട് ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇക്വേഷൻ ഓഫ് ദ ലൈൻ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്താണ് ആലോചിക്കുക. y - y1 ഈക്വൽസ് m × x - x1. ഈ രീതിയിലാണ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ വരിക. അപ്പോൾ y - y1 y കോർഡിനേറ്റ് ഏത് വേണം എടുക്കുക. എനിക്ക് എന്ത് ചെയ്യാം എ ബി സി ഏതെങ്കിലും പോയിന്റിന്റെ വൈയും എക്സ് എടുക്കുക എന്നുള്ളതാണ്. ഞാൻ എന്ത് ചെയ്യാണ് ഈ പോയിന്റ് തന്നെ ഈ എ എന്ന് പറയുന്ന പോയിന്റ് തന്നെ എടുക്കുകയാണ്. സോ y മൈനസ് അവിടുത്തെ y ഏതാണ് 3 ആണ് അല്ലെ. ഈക്വൽ ടു m എന്ന് പറയുന്ന സ്ലോപ്പ് ആണ് 2 × x - x1 എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. y - 3 ഈക്വൽ ടു 2x - 2 എന്നാണ് വരിക അല്ലെ. 2x - 2. then ഇതെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം എല്ലാവരും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. എന്താണ് അല്ലെങ്കിൽ എന്താണ് y ഈക്വൽ ടു അങ്ങനെ എഴുതിയാലും മതി. എന്താണ് y ഈക്വൽ ടു 2x - 2. ഈ -3 റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്ത് വരും +3 എന്ന് വരും. ദാറ്റ് ഈക്വൽസ് 2x - 2 + 3 ആണ് അല്ലെ. ചെറിയ നമ്പർ -2 ആണ്, മറ്റേത് വലുതാണ്. അപ്പൊ 3 - 2 ചെയ്താലും മതി. ദാറ്റ് ഈക്വൽസ് 1 ആണ്. 2x + 1. ഓക്കെ, ക്ലിയർ ആണല്ലോ. y ഈക്വൽസ് 2x + 1 ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം y - 2x + 2x - 1 ഈക്വൽ ടു 0 ആ രീതിയിൽ വേണമെങ്കിൽ ഇക്വേഷൻ എഴുതാം. y ഈക്വൽ ടു 2x + 1 ഇങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇക്വേഷൻ എഴുതാം. ഓക്കെ, ഇതാണ് ആ ഒരു ഇക്വേഷന്റെ ഉത്തരം വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടില്ലേ. എയുടെ ഡിയുടെ കോർഡിനേറ്റ്സ് ആ ഡിസ്റ്റൻസ് സെയിം ആയെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് കണ്ടുപിടിക്കുക. ഇതെന്താണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക. y2 - y1 ഡിവൈഡ് ബൈ x2 - x1. ദെൻ അടുത്തെന്താണ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ y - y1 ഈക്വൽ ടു m × x - x1. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 19. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19 എന്താണ് നിങ്ങൾക്ക് അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ടല്ലേ. നമുക്ക് നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓൾമോസ്റ്റ് സിമിലർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു ഫിഗർ തന്നിട്ട് അതിൽ 5 ആംഗിൾസ് എഴുതുക എന്നുള്ള ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. എന്താണ് ഇവിടെ ഇൻ ദ ഫിഗർ O is the center of the circle, AB is the chord and BT is the tangent. BT എന്താണ് ടാൻജന്റ് ആണ്, AB chord ആണ്. ABT എന്ന് പറയുന്ന ഒരു ആംഗിൾ 70 തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന OBT 4 ആംഗിൾസ് അവിടെ മെഷർ ചെയ്യണം. OBT എന്ന് പറയുന്നത് ഏതാണ് ഈ ഒരു ആംഗിൾ ആണല്ലേ. ഇതാണ് OBT എന്ന് പറയുന്നത്. OBT എന്ന് പറയുന്ന ആംഗിൾ മെഷർ ചെയ്യുക. OBA എന്ന് പറയുന്നത് ഏതാണ് ഈ ഒരു ചെറിയ ആംഗിൾ ആണ്. ദെൻ AOB എന്ന് പറഞ്ഞാൽ ഈ ഒരു സെൻട്രൽ ആംഗിൾ ആണ്. ദെൻ APB അതായത് ഈ ഒരു ആംഗിൾ ആണ്.
ഓക്കെ, നമ്മൾ മറ്റേല് ചെയ്ത് നേരെ റിവേഴ്സ് ഓർഡറിലായിരുന്നു അല്ലെ, നേരെ തിരിച്ച് ഇങ്ങനെയാണ് വന്നത്. ഈ ആംഗിള് എ പി ബി ആദ്യം, പിന്നെ സെൻട്രൽ ആംഗിൾ, പിന്നെ ഈ ആംഗിൾ, അങ്ങനെ ഓർഡറിലാണ് വന്നത്. ഇവിടെ നമ്മൾ നേരെ തിരിച്ചുള്ള ഓർഡറിലാണ് പോകണമെന്നുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി എന്താണ് ആംഗിൾ ഒ ബി ടി നോക്കിയേ. ആംഗിൾ ഒ ബി ടി എന്താണ് ആംഗിൾ ഒ ബി ടി നോക്കിയാൽ കിട്ടുന്നോ നോക്കിയാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ഒ ബി ടി എത്രയാണ് കിട്ടിയോ? എത്രയാണ്? ആംഗിൾ ഒ ബി ടി എന്ന് പറയുന്നത് ആ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതിന്റെ റീസൺ നമ്മൾ എഴുതണം. റീസൺ എഴുതാതെ പോയാൽ ചിലപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ മാർക്ക് തരാതൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ ഒരു മാർക്ക് കുറയ്ക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ റീസൺ കൂടെ എഴുതാം. എന്താണ്? ആംഗിൾ മെയ്ഡ് ബൈ റേഡിയസ് ആൻഡ് ടാൻജന്റ്. ഒരു പോയിന്റിലെ ടാൻജന്റും റേഡിയസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ് നമുക്കറിയാം അല്ലെ, നമ്മൾ ഓൾറെഡി ഒരു പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചതാണ്. ദെൻ നെക്സ്റ്റ് വൺ ആംഗിൾ ഒ ബി എ. ആംഗിൾ ഒ ബി എ ആ ചെറിയ ആംഗിൾ ആണ്. അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 90 മൈനസ് 70 ചെയ്താൽ മതി. എന്ത് കിട്ടും? 90 മൈനസ് 70 ചെയ്ത് കഴിയുമ്പോൾ 20 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ട് കിട്ടും. കാരണം എന്താണ്? ഈ ഒരു ആംഗിൾ, ഈ വലിയ ആംഗിൾ 90 ആണെങ്കിൽ ചെറുത് 70 ആണ്. അപ്പൊ എന്താണ്? സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആംഗിൾ കിട്ടും. നെക്സ്റ്റ് വൺ എ ഒ ബി. ആ ഒരു സെൻട്രൽ ആംഗിൾ ആണ് അടുത്ത ചോദ്യം. എ ഒ ബി ആംഗിൾ എ ഒ ബി ആ സെൻട്രൽ ആംഗിൾ ആണ്. സെൻട്രൽ ആംഗിൾ ഇട്ടാൽ എന്താണ്? അതൊരു ട്രയാംഗിൾ ആണല്ലേ. ആ ട്രയാംഗിൾ ആണ്. ട്രയാംഗിളിന്റെ രണ്ട് സൈഡ്സ് റേഡിയസ് ആണ്. സ്വാഭാവികമായിട്ട് എന്ത് ട്രയാംഗിൾ ആവും? ഐസോസസ് ട്രയാംഗിൾ ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ 20 തന്നെയാണ് അപ്പുറത്തെ സൈഡിലും വരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 180 മൈനസ് 20 പ്ലസ് 20. 180 മൈനസ് 20 പ്ലസ് 20 ആയിരിക്കും വരിക. അതായത് എന്താണ്? 180 മൈനസ് 40 ദാറ്റ് ഈക്വൽസ് 140. സെൻട്രൽ ആംഗിൾ എത്ര കിട്ടും? 140 എന്ന് കിട്ടും. കാരണം രണ്ട് റേഡിയസ് ഉണ്ടല്ലോ അവിടെ. ആ ഒരു ട്രയാംഗിൾ നോക്കുക. എ ഒ ബി എന്ന ട്രയാംഗിൾ, ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. സ്വാഭാവികമായിട്ട് എന്താവും? ഒരു ഐസോസസ് ട്രയാംഗിൾ ആവും. അപ്പൊ ഇത് 20, ഇതും 20. രണ്ടാംഗിൾ 20 ആണെങ്കിൽ മറ്റെന്തായിരിക്കും? 140 ആയിരിക്കും. ഇനി എ ഒ ബി കിട്ടിയാൽ എ പി ബി കിട്ടാൻ ചെയ്താൽ മതി, നേരെ പകുതിയാക്കിയാൽ മതി. ഓക്കെ ഓക്കെ ഡി ക്വസ്റ്റ്യൻ ആംഗിൾ എ പി ബി ആണ്. നേരെ എന്ത് ചെയ്യുക? 140 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈക്വൽസ് 70 ഡിഗ്രി. അപ്പൊ പരമാവധി സ്റ്റെപ്പ് എഴുതി പോവാ. ഡയറക്റ്റ് 20, ഡയറക്റ്റ് 140, ഡയറക്റ്റ് 70, 90. അപ്പൊ അത് ഒറ്റ ലൈനിൽ നിങ്ങൾ എന്താണ്? ആംഗിൾ ഒ ബി ടി ഈക്വൽ ടു 90, ആംഗിൾ ഒ ബി എ ഈക്വൽ ടു 20, ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 140, ആംഗിൾ എ പി ബി ഈക്വൽ ടു 70. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തോ കുഴപ്പം? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണല്ലേ. വെറുതെ ഇങ്ങനെ 4 മാർക്ക് വെറുതെ ഇങ്ങനെ എഴുതി വെച്ചാൽ ചിലപ്പോൾ നമുക്ക് 4 മാർക്ക് ഇത് ആരെങ്കിലും കോപ്പി അടിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ തോന്നാൻ ടീച്ചേഴ്സിന് അല്ലേ. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഡെഫിനേഷൻ കൊടുക്കുക, ജസ്റ്റ് എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ സൈഡിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പുകൾ കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അവര് ഇംപ്രസ്ഡ് ആവും, അല്ലെങ്കിൽ അവര് കൺവിൻസ്ഡ് ആവും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ എഴുതിയേക്കുന്നതാണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് തരാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പൊ ഇതുപോലെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പുകളോ അല്ലെങ്കിൽ ഇതുപോലെ റീസൺസ് ഒക്കെ എഴുതിയിട്ട് പരമാവധി ഈ ആംഗിൾസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പരമാവധി അങ്ങനെ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 20. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20 നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് സിമിലർ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും ഇവിടെ കാണാണ്. എന്താണ്? സ്ക്വയർ പിരമിഡ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് എ കാർഡ്ബോർഡ്. ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഉപയോഗിച്ച് ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുകയാണ്. എന്താണ്? അതിൽ സൈഡ് ഓഫ് ദി സ്ക്വയർ 10 സെന്റിമീറ്റർ, ഈക്വൽ സൈഡ്സ് ഓഫ് ട്രയാംഗുലർ 13 സെന്റിമീറ്റർ, അതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി സ്ക്വയർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. സർഫസ് ഏരിയ ഓഫ് സ്ക്വയർ പിരമിഡ്, ഇത് രണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ചെയ്യാലോ? സ്ലാൻഡ് ഹൈറ്റ് കിട്ടാൻ ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? ഇതിൽ സ്ലാൻഡ് ഹൈറ്റ് എവിടെയായിരിക്കും വരിക? അതൊന്നും ആദ്യം പറഞ്ഞേ, അത് നിങ്ങൾക്ക് കിട്ടണോ നോക്കട്ടെ. രണ്ട് ഹൈറ്റ് ആണല്ലോ. ഒന്ന് ആ ഒരു സ്ക്വയർ പിരമിഡിന് ഒരു ഹൈറ്റ് ഉണ്ടാവും, അതെല്ലാം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചതാണ് സ്ലാൻഡ് ഹൈറ്റ് ആണ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ട്രയാംഗിൾ പോർഷന്റെ ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ. ഓക്കെ, നമുക്ക് എ പാർട്ട് ക്വസ്റ്റ്യൻ എഴുതാം. എ പാർട്ട് ക്വസ്റ്റ്യൻ സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ലെറ്റർ ഏതാണ്? എൽ ആണല്ലേ. സ്ലാൻഡ് ഹൈറ്റ് ഈക്വൽസ്, അവിടെ നോക്കിയാൽ അറിയാം, ആ ട്രയാംഗിളിന്റെ സെന്റർ പോർഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ളതാണ്. എന്ത് ചെയ്താൽ മതി? 13 സ്ക്വയർ മൈനസ് 10/2 സ്ക്വയർ. അല്ല നമ്മൾ ചെയ്യാം 13 സ്ക്വയർ മൈനസ് 10/2 സ്ക്വയർ. കാരണം നമുക്ക് ഈ ഒരു പോർഷൻ മതി. ഇത് 90 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നമുക്ക് കിട്ടിയാൽ എത്രയാണ്? 5 ആണ് വരിക.
അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് 13 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. അപ്പൊ ഇതെന്താണ്? പൈതോറസ് തിയറം തന്നെയാണ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഓൾട്ടിറ്റ്യൂഡ് ആണ് മാത്രം. ഇവിടെ നമുക്ക് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഹൈപ്പോട്ടനസ് നമുക്ക് അറിയാം. അപ്പൊ എന്ത് 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 169 മൈനസ് 25. അപ്പൊ പരമാവധി എന്ത് ചെയ്യുക? ഒരു 20 വരെയുള്ള സ്ക്വയർസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ നേരെ നേരെ ചെയ്തോ, അല്ലെങ്കിൽ നമ്മൾ വർക്കിംഗ് കോളത്തിൽ 13 ഒക്കെ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പൊ 13 സ്ക്വയർ 169 മൈനസ് 25 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 144 എന്ന് കിട്ടും. 144 റൂട്ട് ഉണ്ട്. അതായത് 1 to 20 നമ്മൾ സ്ക്വയർ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ടുകൾ നമുക്ക് അതുപോലെ തന്നെ കിട്ടും. അപ്പൊ 144 റൂട്ട് എത്രയാണ്? 12. അപ്പൊ 12 സെന്റിമീറ്റർ ആണ് സ്ലാൻഡ് ഹൈറ്റ് വരുന്നത്. ഇനി സ്ലാൻഡ് ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ്? സർഫസ് ഏരിയ. അപ്പൊ സർഫസ് ഏരിയ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ സർഫസ് ഏരിയ കാണുക. നമ്മളോട് അവിടെ എന്താണ് ലാറ്ററൽ സർഫസ് ഏരിയ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, സർഫസ് ഏരിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? മൊത്തം ആ ഒരു സർഫസ് ഏരിയ കാണുക. സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഒരു സ്ക്വയർ ബേസിൽ വരുന്നുണ്ട്, സ്ക്വയറിന്റെ ഏരിയ വരും, പ്ലസ് എന്ത് വരണം? 4 ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെ. 4 ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ എന്താ പഠിച്ചത്? അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്താ പഠിച്ചത്? ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ എന്നല്ല പഠിച്ചത്. ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ എന്നല്ല നമ്മൾ പഠിച്ചത്. അപ്പൊ എന്താ ചെയ്യാം? എ സ്ക്വയർ പ്ലസ് 2AL ഇതാണ് എന്ത്? ലാറ്ററൽ സർഫസ് ഏരിയ വരിക. അപ്പൊ എ സ്ക്വയർ എന്ത് വരും? എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ ഒരു സൈഡ് ആണ്, ദാറ്റ് ഈസ് 10 സ്ക്വയർ പ്ലസ് 2 into 10 into L നമുക്ക് ഇപ്പൊ കിട്ടിയ എത്രയാണ്? 12 ആണ്. ദാറ്റ് ഈസ് 100 പ്ലസ് 2 into 12 എന്ന് പറയുമ്പോൾ 24 ആണ് വരിക. 24 into 10 എന്ന് പറയുമ്പോൾ 240. ദാറ്റ് ഈക്വൽസ് ടോട്ടൽ എന്ത് വന്നു? 340 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ആയതുകൊണ്ട് എന്ത് ചെയ്യുക? യൂണിറ്റ് എഴുതുക, സെന്റിമീറ്റർ സ്ക്വയർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എ പാർട്ടും സിമ്പിൾ ആയിരുന്നു, ബി പാർട്ടും സിമ്പിൾ ആയിരുന്നു. നമുക്ക് എന്ത് കിട്ടി? 4 മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം. ഇനി 21. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു പാർട്ടിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? 2 sectors are cut out from a circle. The central angle of the larger sector is double that of smaller. Each sector is rolled up to make a cone. അപ്പൊ എന്താണ്? ഒരു സർക്കിളിൽ നിന്ന് 2 പേപ്പർ പീസുകൾ നമ്മൾ എന്ത് ചെയ്താണ്? കട്ട് ചെയ്താണ്. ഒരു സെൻട്രൽ ആംഗിൾ സെക്ടർ കട്ട് ചെയ്യാണ് അല്ലെ. ഇതിന്റെ എക്സ് ആണെങ്കിൽ മറ്റേ നേരെ ഇരട്ടിയായിരിക്കും, 2x ആയിരിക്കും സെൻട്രൽ ആംഗിൾ വരിക. ഇത് രണ്ടും വെച്ച് ഞാൻ കോൺ ഉണ്ടാക്കി. A part question. The slant height of the cone made from smaller cone is 10 cm. What is the slant height of the other cone? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടാവുന്നുള്ളൂ. എന്താണ് സ്ലാൻഡ് ഹൈറ്റ്? അല്ലെ ആ സ്ലാൻഡ് ഹൈറ്റ് എന്താണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എന്താണ് നമ്മൾ പഠിച്ചിരുന്നത്? എന്താണ് സ്ലാൻഡ് ഹൈറ്റ്? ഇങ്ങനെ വെട്ടിയെടുക്കുന്ന കേസിൽ സ്ലാൻഡ് ഹൈറ്റ് എന്താണ്? ക്യാപിറ്റൽ R ആണ്. അതായത് ഈ ഒരു നമ്മൾ എവിടെ നിന്നാണ് വെട്ടിയെടുക്കുന്നത് അതിന്റെ റേഡിയസ് ആണ് അല്ലെ. അങ്ങനെ വരുമ്പോൾ രണ്ടുപേരെയും സ്ലാൻഡ് ഹൈറ്റ് എന്താവും? സെയിം ആവും. അപ്പൊ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് അതർ കോൺ അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് അതർ കോൺ എന്ത് വരും? ക്വസ്റ്റ്യൻ നമ്പർ 21. ഇപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് അതർ കോൺ എന്ത് തന്നെ വരും? 10 സെന്റിമീറ്റർ തന്നെ വരും. കാരണം എന്താണ്? ഈ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ പേപ്പർ എവിടെ നിന്നാണോ കട്ട് ചെയ്യുന്നത്, ആ സെക്ടർ എവിടെ നിന്നാണോ കട്ട് ചെയ്യുന്നത്, ആ സർക്കിളിന്റെ റേഡിയസിനാണ് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയാം. ഓക്കെ, രണ്ടും സെയിം സർക്കിളിൽ തന്നെ കട്ട് ചെയ്തുകൊണ്ട് രണ്ടിന്റെയും സ്ലാൻഡ് ഹൈറ്റ് സെയിം ആയിരിക്കും. Then write the ratio of radius of two cones. രണ്ടിന്റെയും റേഷ്യോ ഓഫ് റേഡിയസ്, 2 കോണുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു, രണ്ടിന്റെയും റേഡിയസുകളുടെ റേഷ്യോ ഇതാന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പറയാം, റേഡിയസിന്റെ ഇക്വേഷൻ ആണ് x/360 ഇൻറ്റു ക്യാപിറ്റൽ R എന്നുള്ളതാണ് റേഡിയസിന്റെ ഇക്വേഷൻ അല്ലെ. ഇവിടെ നമുക്കറിയാം ആദ്യത്തെ സെൻട്രൽ ആംഗിൾ x ആണ്, മറ്റേതിന്റെ സെൻട്രൽ ആംഗിൾ എന്താണ്? 2x ആണ്. അപ്പൊ അത് രണ്ടും തമ്മിൽ റേഷ്യോ നോക്കുക, x/360. ഇനി ക്യാപിറ്റൽ R നമുക്ക് എത്രയാണ്? 10 ആണ്. അതാണ് ഒരെണ്ണത്തിന്റെ വരിക. മറ്റേ കോണിന്റെ ഒരെണ്ണം എന്താണ്? 2x/360 ഇൻറ്റു 10 എന്നാണ് അല്ലെ. ഇതിനോട് ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യാം. എന്ത് വരും? ഇതിൽ എന്തൊക്കെ ക്യാൻസൽ ആയി പോകും? രണ്ട് സൈഡിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ ബൈ 10 ഉണ്ട്, രണ്ടിലും ഡിവിഷൻ ബൈ 360 ഉണ്ട്, രണ്ടിലും എക്സ് ഉണ്ട്. ദെൻ ബാക്കി എന്തുള്ള? ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. റേഷ്യോ ഓഫ് റേഡിയസ് ആയി. ഓക്കെ, രണ്ടിന്റെയും റേഷ്യോ നമുക്ക് കിട്ടി. സ്മോൾ കോണിന്റെയും ലാർജ് കോണിന്റെയും, അല്ലെങ്കിൽ എന്താണ് എക്സ് സെൻട്രൽ ആംഗിൾ വരുന്ന കോണിന്റെയും 2x സെൻട്രൽ ആംഗിൾ വരുന്ന കോണിന്റെയും റേഡിയസുകളുടെ റേഷ്യോ നമുക്ക് കിട്ടി, 2 ആണ്. ഓക്കെ, ഇപ്പൊ റേഷ്യോയുടെ ഗുണം എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് രണ്ട് സൈഡിലും വരുന്നവരൊക്കെ നമുക്ക് വെട്ടിക്കളയാം. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ബൈ 10 വെട്ടി, ഡിവിഷൻ ബൈ 360 വെട്ടി, ദെൻ എക്സുകളെയും വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് സൈഡിൽ ആര് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ ആ ഒരു 2 മാത്രമേ ഉള്ളൂ. അപ്പൊ 1:2 ആണ് അവിടെ റേഷ്യോ വരാം. ഓക്കെ, ദെൻ
ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ബേസ് ഏരിയാസ് ഓഫ് ദി കോൺ. ഇനി ബേസ് ഏരിയക്കുള്ള ഇക്വേഷൻ എന്താ? അപ്പൊ നമുക്ക് ഇത് എന്താണ് കിട്ടുക? നമുക്ക് ഇതിനെ അറിയണമെങ്കിൽ R1:R2 എന്ന് വിളിക്കാം, സ്മോൾ റേഡിയസുകളെ. ഓക്കെ, R1:R2 എന്ന് വിളിക്കാം. ഇനി നമുക്കറിയാവുന്നതാണ് ബേസ് ഏരിയ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ബേസ് എന്താണ്? കോണിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ സർക്കിൾ ആണല്ലേ. അപ്പൊ ബേസ് എന്ത് വരും? പൈ റേഷ്യോ ഓഫ് ബേസ് ഏരിയാസ്. ബേസ് രണ്ടും സർക്കിൾ ആയതുകൊണ്ട് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ആദ്യത്തെ പൈ R1² ആണ്, മറ്റേതിന്റെ പൈ R2² ആണ്. എഗെയിൻ രണ്ടിലും പൈ ഉണ്ട്, ആ പൈ രണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തു. ദെൻ R1ന്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് ചെയ്യാം? R1ന്റെ റേഷ്യോ പാർട്ടായ 1 കൊടുക്കാം. അതായത് 1² വരും, ഇവിടെ 2² എന്ന് വരും. ദാറ്റ് ഈക്വൽസ് 1:4. 1:4 ആണ് എന്ത് വരിക? റേഷ്യോകളുടെ കാര്യം വരിക. കാരണം എന്താണ്? 1:2 ആണ്. സോറി, ബേസ് ഏരിയയുടെ റേഷ്യോ 1:4 വരും. കാരണം എന്താണ്? റേഡിയസിന്റെ 1:2 ആണ്. അപ്പൊ എന്താണ്? πr² എന്നാണ് ഏരിയ വരിക, ബേസ് ഏരിയ വരിക. പൈ രണ്ടും ക്യാൻസൽ ആയി. then R1² R2² വരും. R1 ഞാൻ 1 എന്നും R2 ഞാൻ 2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ, ആ റേഷ്യോ പാർട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? പുതിയ റേഷ്യോ, അതായത് റേഷ്യോ ഓഫ് ബേസ് ഏരിയാസ് കിട്ടും. ഓക്കെ, നാലാമത്തെ പാർട്ടിലേക്ക് പോകാലോ. പാർട്ട് 4. പാർട്ട് 4 എന്താണ്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദർ കർവ്ഡ് സർഫസ് ഏരിയാസ്. ഇനി അടുത്ത ഏരിയ ഏതാണ്? കർവ്ഡ് സർഫസ് ഏരിയ ആണ്. അപ്പൊ റേഷ്യോ ഓഫ് കർവ്ഡ് സർഫസ് ഏരിയാസ്. ഇനി കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? πRL. ഓക്കെ, കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? πRL എന്നല്ലേ. അപ്പൊ എന്ത് വരും? πR1. ഇനി L എന്താണ്? L സ്ലാന്റ് ഹൈറ്റ് 10 ആണ്, ഓൾറെഡി തന്നിട്ടുണ്ടല്ലേ. അപ്പൊ 10 എഴുതി. ഇവിടെ എന്ത് വരും? πR2 × 10 എന്ന് വരും. അപ്പൊ എന്തായി? പൈ ക്യാൻസൽ ആയി, 10 ക്യാൻസൽ ആയി. ബാക്കി എന്താ? R1:R2. R1:R2 നമുക്ക് അറിയാം എത്രയാണ്? 1:2 ആണ്. അപ്പൊ ഇവിടെ റേഷ്യോ എന്ത് വരും? 1:2 എന്ന് വരും. ഓക്കെ, 3 റേഷ്യോ കിട്ടിയില്ലേ? അപ്പൊ ആദ്യത്തെ റേഷ്യോ എന്തായിരുന്നു? R1:R2. നമ്മൾ R1ന്റെയും R2യുടെ ഇക്വേഷൻ എഴുതി. x/360 × ക്യാപിറ്റൽ R അല്ലെങ്കിൽ സ്ലാന്റ് ഹൈറ്റ് എന്നുള്ളതായിരുന്നു ഇക്വേഷൻ. നമ്മൾ എന്ത് ചെയ്തു? R1 R2 എഴുതി, അതിനകത്ത് വെട്ടിക്കളഞ്ഞപ്പോൾ 1:2 വന്നു. ദെൻ അത് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ബേസ് ഏരിയയിലേക്ക് വന്നപ്പോൾ ബേസ് സർക്കിൾ ആയതുകൊണ്ട് πR1² πR2² വരും. എഗൈൻ പൈ ക്യാൻസൽ ആയി, R1² R2² വരുമ്പോൾ എന്താവും? 1:4 ആവും. ഇനി കർവ്ഡ് സർഫസ് ഏരിയയിലേക്ക് വരുമ്പോൾ എന്ത് വരും? πRL ആണ് ഇക്വേഷൻ. ഇവിടെ R1 R2 മാത്രമാണ് വ്യത്യാസമുള്ളൂ. പൈയും എല്ലും സെയിം ആണ്, അത് രണ്ടും ക്യാൻസൽ ആയി പോകും. R1:R2 തന്നെ വരും. ദാറ്റ് ഈസ് അഗൈൻ 1:2. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് കുറച്ചൊന്ന് ചിന്തിക്കാനുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ 21 ക്വസ്റ്റ്യൻ നമ്പർ 21 മാത്രമാണ് ഈ ഒരു 4 മാർക്സ് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? കുറച്ചൊന്ന് ആലോചിക്കാനുള്ളൂ. ബാക്കി എല്ലാം വളരെ സിമ്പിൾ ആയിരുന്നു അല്ലെ. ഇതും സിമ്പിൾ ആണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കണമെന്ന് മാത്രം. എല്ലാ ക്വസ്റ്റ്യനും പോലെ ഡയറക്റ്റ് നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കേണ്ടി വരും. റേഷ്യോ എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ എന്താണ് സ്ലാന്റ് ഹൈറ്റുകൾ സെയിം ആയത്, അങ്ങനെയുള്ള ജസ്റ്റ് ഒന്ന് ആലോചിക്കാനുണ്ടായിരുന്നു. അത് വിഷയത്തെ ഈ ക്വസ്റ്റ്യൻ എളുപ്പമാണ്, പക്ഷെ എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കേണ്ടി വന്നു. മറ്റുള്ള ക്വസ്റ്റ്യനുകൾ പോലെ അല്ല ആയിരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ ഇതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഉൾപ്പെടുത്താൻ നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ട് വരിക അത് നിങ്ങൾ എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അറൌണ്ട് ഒരു 5 മിനിറ്റ്സ് ഒക്കെയാണ് ഈ ഒരു ഈ ഒരു സെഷനിൽ ഓരോ ക്വസ്റ്റ്യനിൽ നമുക്ക് ആവശ്യം വരാം. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞ എന്താണ്? 21 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞു. ഇനി 8 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. 8 ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ ആണ്. അത് എത്ര എണ്ണമാണ്? 6 എണ്ണമാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് അല്ലെ. ഇനി 6 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്നാൽ ഓൾമോസ്റ്റ് ഒരു 1 hour എങ്കിലും നമുക്ക് ലാസ്റ്റ് ഈ ഒരു സെഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് വരണം. കാരണം ഈ ക്വസ്റ്റ്യൻ സെഷനിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് അധികം ആലോചിക്കാനുണ്ടാവും. നമുക്കറിയാം 5 മാർക്കിന്റെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 6 ക്വസ്റ്റ്യൻ. അപ്പൊ അതായത് 30 മാർക്ക് നമുക്ക് ഈ ഒരു സെഷനിൽ നിന്ന് മേടിക്കാനുള്ളതാണ്. മൊത്തം 80ൽ 30 മാർക്കും നമുക്ക് എന്താണ് ഈ ഒരു സെഷനിൽ തന്നെയാണ് കിട്ടാനുള്ളത്. ഓക്കെ, ഓൾമോസ്റ്റ് പകുതി മാർക്കിന്റെ അടുത്ത് തന്നെ ഈ ഒരു സെഷനിലാണ് വന്നത്. അപ്പൊ ഈ ഒരു സെഷന് ഓൾമോസ്റ്റ് ഒരു 1 hour എങ്കിലും നമുക്ക് മാറ്റി വെക്കാൻ ഉണ്ടാവണം. അതായത് ഒരു 1.5 മണിക്കൂർ, ആദ്യത്തെ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആദ്യത്തെ 3 പാർട്ട് ഏറ്റവും മാക്സിമം 1.5 മണിക്കൂറിനുള്ളിൽ തീർത്തിരിക്കണം. ഓക്കെ, എന്നാലാണ് നമുക്ക് ലാസ്റ്റ് പാർട്ട് നമുക്ക് 6 ക്വസ്റ്റ്യൻ എന്നുള്ളത് എന്താണ് അത്യാവശ്യം ടൈം എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 1 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് അത്യാവശ്യം ചിന്തിച്ച് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ഫുൾ മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ചെയ്യാലോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഗെയിൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ്? അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണല്ലേ. നമുക്ക് വീണ്ടും എല്ലാ സെഷനിലും ആദ്യത്തെ ക്വസ്റ്റ്യൻ ആരാണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ ആ ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ പഠിക്കണം. ഏറ്റവും നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ആ ചാപ്റ്ററിൽ ഒരുവിധപ്പെട്ട കൺസെപ്റ്റുകൾ ഇതിനെല്ലാം ചോദ്യം വന്നിട്ടുണ്ട്. ആ ചാപ്റ്റർ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ആ ചാപ്റ്റർ
പഠിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 22. സം ഓഫ് 8th and 19th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 125. വാട്ട് ഇസ് സം ഓഫ് 7th and 20th ടേം? അപ്പൊ 8ാമത്തെയും 19ാമത്തെയും ടേംസ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 125 കിട്ടി. ഞങ്ങൾ 7ാമത്തെയും 20ാമത്തെയും ടേം ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി 6th ടേം 40 ആണെങ്കിൽ 21ാമത്തെ ടേം കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ 21st ടേം, ദെൻ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 26 ടേംസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നമ്മൾ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തായാലും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ആയാലും എന്താണ് അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് കുറച്ചൊന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കുറച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. കുറച്ച് അധികം സമയം ചിലപ്പോൾ വേണ്ടി വരും. ചിലപ്പോൾ ഒരു 5 മിനിറ്റ്, ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ ഒരു ക്വസ്റ്റ്യന് വേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ 1 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഇതിൽ മാറ്റി വെക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നായിട്ട് എടുക്കാം. 8th ടേം, അതായത് x8, 8ാമത്തെ ടേമും x19 കൂടി ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി 125 കിട്ടി. എ പാർട്ട് ക്വസ്റ്റ്യൻ x7 പ്ലസ് x20 ഈക്വൽ ടു എന്ത് കിട്ടും? ഇതാണ് ചോദ്യം. അരിത്തമെറ്റിക് സീക്വൻസിൽ നമ്മൾ അതിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പൊസിഷൻ നമ്പേഴ്സിന് സമ്മ നോക്കുക. എന്താണ്? 8ഉം 19ഉം പൊസിഷൻ നമ്പേഴ്സിന് സമ്മത്തിലാണ് 27 ആണ്. 7ഉം 20ഉം അവിടെയും പൊസിഷൻ നമ്പേഴ്സിന് സമ്മത്തിലാണ് 27 തന്നെയാണല്ലേ. അതായത് ആ പൊസിഷൻ നമ്പേഴ്സ് ഈ 8ഉം 19ഉം ആഡ് ചെയ്ത് നോക്കുക. എന്താണ്? 19 പ്ലസ് 8 ഈക്വൽ ടു 27 ആണ്. ഇവിടെ 7ഉം 20ഉം ആണ്. അപ്പൊ 20 പ്ലസ് 7 ഈക്വൽ ടു എന്താണ്? 27. അപ്പൊ പൊസിഷൻ നമ്പേഴ്സിന്റെ സമ്മ സെയിം ആണെങ്കിൽ, അതായത് തൊട്ടടുത്തടുത്ത് അങ്ങനെ പോകുന്ന സീക്വൻസുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ടേംസ് ആണെങ്കിൽ അതിന്റെ സം എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. 125 തന്നെയായിരിക്കും ഇവിടെ സം വരിക. എന്റെ കാരണം എന്താണ്? ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. x8 എനിക്ക് എന്ത് എഴുതാം? x8 എനിക്ക് എന്ത് എഴുതാം? ജസ്റ്റ് ഒരു വർക്കും കോളം വരികയാണ്. ഫസ്റ്റ് ടേം പ്ലസ് 7 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് എന്ത് വരിക? x8 വരിക. x19 വരെ എന്താണ്? ഫസ്റ്റ് ടേം പ്ലസ് എത്ര കോമൺ ഡിഫറൻസ് വരും? 18 കോമൺ ഡിഫറൻസ് ആണ് വരിക. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ x8 പ്ലസ് x19 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ f പ്ലസ് എഫ് എന്ത് വരും? 2f വരും. ദെൻ 18 പ്ലസ് 7 25d എന്ന് വരും. ഓക്കെ, ഇനി എന്ത് വരും? അടുത്ത നമുക്ക് നോക്കാം. x7 എന്താ വരിക? ഫസ്റ്റ് ടേം പ്ലസ് 6d എന്നാണ് വരിക അല്ലെ. ദെൻ x20 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ടേം പ്ലസ് 19d ആണ്. ഇനി x7 പ്ലസ് x20 ചെയ്യുമ്പോൾ എന്താണ്? f പ്ലസ് എഫ് 2f വരും. അഗൈൻ 19 6ഉം 25d യും വരും. അപ്പൊ നിങ്ങൾ നോക്കിയേ 2f പ്ലസ് 25d 2f പ്ലസ് 25d. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? രണ്ടിന്റെയും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം സെയിം ആണ്. അപ്പൊ ഇവിടെ എന്താണ്? x7 പ്ലസ് x20 എന്ന് പറഞ്ഞാൽ 125 ആണ്. അപ്പൊ ഒന്നും ആലോചിക്കേണ്ടി ഒന്നും വേറെ ചെയ്യാനില്ല. ആലോചിച്ചിട്ട് എന്ത് ചെയ്യാം? x7 പ്ലസ് x20 125 എന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഡയറക്റ്റ് എഴുതാം. ഈ ഡീറ്റെയിൽസ് ഒന്നും എന്ത് ചെയ്യണമെന്നില്ല, വർക്ക് കോളത്തിൽ കൊടുത്ത ഡീറ്റെയിൽസ് വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എ പാർട്ട് വളരെ സിമ്പിൾ ആയിരുന്നു, പക്ഷെ നമ്മൾ ഒന്നും ആലോചിക്കേണ്ടി വന്നു. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ 6th ടേം ഈസ് 40, ദെൻ ഫൈൻഡ് 21st ടേം. ഓക്കെ, 6th ടേം എത്രയാണ്? x6 എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദ്യം x21 കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ഈ സെയിം മെത്തേഡ് വഴി തന്നെ നമ്മൾ ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ബി പാർട്ട് ക്വസ്റ്റ്യൻ x6 നിങ്ങൾക്ക് 40 ആണ് തന്നിട്ടുണ്ട്. x21 ആണ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ അല്ലെ. 21ാമത്തെ ടേം ഏതാന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്ന സെയിം പ്രോപ്പർട്ടി ആണ്. നിങ്ങൾ നോക്കിയേ, രണ്ടുപേരെയും പൊസിഷൻസ് തമ്മിൽ എന്താ വ്യത്യാസം? 6ഉം 21ഉം പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 27 കിട്ടും. അപ്പോൾ നേരത്തെ ആഡ് ചെയ്ത 7 പ്ലസ് 20യും 8 പ്ലസ് 90 ഒക്കെ ആഡ് ചെയ്തപ്പോൾ 19 ഒക്കെ ആഡ് ചെയ്തപ്പോൾ എന്തായിരുന്നു? 27 തന്നെയാവുന്നത്. പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടിയത്. പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ സെയിം ആണെങ്കിൽ സം സെയിം ആയിരിക്കും എന്ന് പറഞ്ഞല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്? x6ഉം x21ഉം ആഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടണം? 125 കിട്ടണം. കാരണം രണ്ടിന്റെയും പൊസിഷൻ സമ്മത്തിലാണ് 27 തന്നെയാണ്. നമ്മൾ നേരത്തെ മുകളിലേക്ക് നോക്കിയപ്പോഴും എന്താണ്? പൊസിഷൻ നമ്പർ സെയിം ആയപ്പോൾ സം സെയിം ആണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ ഇവിടെയും സം എത്ര തന്നെ വരണം? 125 തന്നെ വരണം. അപ്പൊ 6ാമത്തെ ടൈം 40 ആണെങ്കിൽ 21ാമത്തെ ടൈം കിട്ടാൻ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഞാൻ 125ൽ നിന്ന് 40 അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. കാരണം എന്താണ്?
മൊത്തം 125 അതായത് ആറാമത്തെ ടൈമും 21ാമത്തെ ടൈമും ആഡ് ചെയ്താൽ 125 കിട്ടുള്ളൂ. കാരണം നേരത്തെ മുകളിൽ പറഞ്ഞ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 85 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ട് കിട്ടി. നമ്മൾ ഇവിടെ ഒന്നും ആലോചിച്ചാൽ ജസ്റ്റ് മുകളിൽ യൂസ് ചെയ്ത സെയിം പ്രോപ്പർട്ടി തന്നെ ഇവിടെ ഒന്ന് റിവേഴ്സ് ഓർഡറിൽ യൂസ് ചെയ്തു. എന്താണ് അവിടെ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് സെയിം ആയിട്ട് തന്നു, സമ്മാണ് ചോദിച്ചത് അല്ലെ. ഇവിടെ ക്വസ്റ്റ്യൻസ് സെയിം ആയിട്ട് തന്നിട്ട് ഒരു ടൈം തന്നിട്ട് മറ്റേ ടൈം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ടൈം 40 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റേ ടൈം എന്തായിരിക്കും? 21 ടൈം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമ്മള് 125 ആ സമ്മിൽ നിന്ന് ആ ഒരു ടൈം മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ പറയണേ. ഓക്കെ, സി പാർട്ടിലേക്ക് പോവാം. സി പാർട്ട് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 26 ടേംസ്. ആദ്യത്തെ 26 ടേംസിന്റെ സം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യത്തെ 26 ടേംസിന്റെ സം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ. നമുക്കറിയാം ഇതും ഈ മുകളിൽ നമ്മൾ യൂസ് ചെയ്ത ആ ഒരു സെയിം പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് തന്നെയാണ് പോവുക. അതായത് നമുക്ക് കിട്ടേണ്ട എന്താണ്? S26 ആണ് അല്ലെ. അപ്പൊ നമുക്കൊന്ന് പെയർ ചെയ്ത് എഴുതി നോക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അത്രയും പേരുകൾ നമുക്കൊന്ന് ജസ്റ്റ് എഴുതാം. ഏതൊക്കെയായിരുന്നു? 8, 19, 7, 20, 6, 21, then 5 ആകുമ്പോൾ എന്താവും? 22, 4, 23, 3, 24, 2, 25, 1, 26 എന്ന് പറഞ്ഞാൽ ഈ ഓർഡറുകളിലൊക്കെ വരുന്നത് ഇതിന്റെയൊക്കെ സമ്മേളനത്തിലാണ് 125 വരും, ഇവിടെ 125 വരും, എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്ത് ഇവിടെ തന്നെ വരും, 125 വരും. അങ്ങനെ എത്ര പ്രാവശ്യം നമുക്ക് എത്ര പേഴ്സ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും നമ്മൾ ഇതിങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ? അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ തമ്മിൽ എന്ത് ചെയ്യും? ക്രോസ് ഓവർ ചെയ്യും. അത് എവിടെയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എവിടെ വെച്ചാണ് ക്രോസ് ഓവർ ചെയ്യുക? ഈ 26 നേരെ പകുതി, അതായത് 13 എത്തുമ്പോൾ ഇവര് തമ്മിൽ ക്രോസ് ഓവർ ചെയ്യും. 13, 14 എത്തി കഴിഞ്ഞാൽ പിന്നെ ക്രോസ് ഓവറിങ് ആയിരിക്കും വരിക. അതായത് നമുക്ക് ഇതുപോലത്തെ 13 സെറ്റുകൾ, 13 സെറ്റ് ഓഫ് 125 എന്നായിരിക്കും കിട്ടുക. അപ്പൊ ഇതിന്റെ സം വരുന്നത് S26 ഈക്വൽസ് 13 into 125. ഓക്കെ, ക്ലിയർ ആണ്? 13 into 125. 13 into 125 വരുമ്പോൾ 1625 എന്നാണ് ആ സം കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലേ? 3 പാർട്ട് ചെയ്തു. 3 പാർട്ടിൽ നമ്മൾ ചെയ്ത എന്താണ്? സെയിം പ്രോപ്പർട്ടി ആണ്. അരിത്മെറ്റിക് സീക്വൻസിലെ സെയിം പ്രോപ്പർട്ടി, അതായത് പൊസിഷൻ സമ്മുകൾ സെയിം ആയി കഴിഞ്ഞാൽ അവർ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന സമ്മും എന്ത് തന്നെയാവും? ഈക്വൽ ആയിട്ട് വരും. അതായത് 8ഉം 19ഉം ആ രണ്ട് പൊസിഷനിലുള്ളവർ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 125 കിട്ടി. അതായത് 8 + 19 27 ആണ്. അതുപോലെ തന്നെയാണ് എന്ത്? 7ഉം 20ഉം അഗൈൻ 27 കിട്ടി. അവിടെ എനിക്ക് എന്തിനു കിട്ടി? 125 തന്നെ കിട്ടി അല്ലെ. അപ്പൊ ആ രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം? പൊസിഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സമ്മുകൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യനും ആ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് യൂസ് ചെയ്ത്. ആറാമത്തെ ടൈം തന്നു, 21ാമത്തെ ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമുക്ക് ഇതിന്റെ സം അറിയാം. 21ാമത്തെ ടൈമും ആറാമത്തെ ടൈമും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 21 + 6 27 തന്നെയാണ് പൊസിഷൻ സം വരിക. അങ്ങനെ പൊസിഷൻ സം സെയിം ആയി കഴിഞ്ഞാൽ 125 തന്നെയായിരിക്കും സം വരിക. 125 സം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ്? 125 40 മനസ്സിലായി എനിക്ക് അടുത്ത ടൈം കിട്ടി. ഇനി എന്താണ് സി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 26 എണ്ണത്തിന്റെ മൊത്തം സമ്മാണ് ചോദിച്ചാൽ 1 മുതൽ 26 വരെ. അപ്പൊ എനിക്ക് ഇതിനെ പേരായിട്ട് എഴുതാം. 1ഉം 26ഉം 2ഉം 25ഉം ഇതിനൊക്കെ എന്താണ്? പൊസിഷൻ സം നോക്കി കഴിഞ്ഞാൽ 27 ആണ്. അങ്ങനത്തെ 13 പേരുകൾ എനിക്ക് എഴുതാൻ പറ്റും. അപ്പൊ 13 പേരും എന്ത് സം എഴുതുമ്പോൾ ഓരോ പേരിനും 125 വരും. അങ്ങനെ എന്ത് ചെയ്യുക? 13 into 125 എഴുതാൽ അതിന്റെ സം കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനും വരും അല്ലെ. നമുക്കൊന്നും ആലോചിക്കാനുണ്ട് ഈ ക്വസ്റ്റ്യൻ അല്ലെ. നമുക്ക് നേരത്തെ അരിത്മെറ്റിക് സീക്വൻസ് ഒക്കെ ചെയ്താൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ആലോചിക്കാണ്ടായിരുന്നു. നമ്മുടെ ബ്രെയിൻ നന്നായിട്ടൊന്ന് വർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 23. അപ്പോൾ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ക്വാഡ്രിലാറ്ററൽ ABCD രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. A 95, B 100, C 90. അങ്ങനെയാണെങ്കിൽ മെഷർ ഓഫ് ആംഗിൾ D. സിമ്പിൾ അല്ലേ? എത്ര വരും? 3 ആംഗിൾസ് അറിയാം. 4ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. എന്ത് ചെയ്യാം? അപ്പൊ ആംഗിൾ D ആണ് പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ. ആംഗിൾ D ഈക്വൽസ് 360 minus 100 plus 90 plus 95. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക. 360 അത് മൈനസ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 190, 285 മൈനസ് ചെയ്യുക. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 75 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ ആണ്. എന്താണ്? ക്വാഡ്രിലാറ്ററിന്റെ സമ്മത്തിലായിരിക്കും 360 ആയിരിക്കും. 3 ആംഗിൾസ് അറിയാമെങ്കിൽ 4ാമത്തെ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി?
360ൽ നിന്ന് മറ്റ് ആംഗിൾസ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ബി പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് യു ഡ്രോ എ സർക്കിൾ വിത്ത് ബി ഡി ആസ് ഡയമീറ്റർ ദെൻ ചെക്ക് വെദർ ദി വെർട്ടിസസ് എ ആൻഡ് സി ആർ ഔട്ട്സൈഡ് ഓർ ഇൻസൈഡ് സർക്കിൾ. ബി ഡി എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണല്ലേ, ബി ഡി. ഈ ബി ഡി എന്ന് പറയുന്ന ലൈനിനെ ഞാൻ ഡയമീറ്റർ ആയിക്കൊണ്ടൊരു സർക്കിൾ വരച്ചാൽ എ എന്ന് പറയുന്ന ഈ വെർട്ടെക്സും സി എന്ന് പറയുന്ന ഈ വെർട്ടെക്സും അത് സർക്കിളിന്റെ അകത്ത് വരുമോ പുറത്ത് വരുമോ അതോ സർക്കിൾമ വരുമോ? നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചാണല്ലേ. സർക്കിൾമ വരണമെങ്കിൽ ആ ആംഗിൾ എത്ര ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ എത്ര വരും? സർക്കിൾമ വരും. ഇനി 90ൽ കൂടുതൽ ഒന്ന് എന്ത് ചെയ്യും? ആംഗിള് സർക്കിളിന്റെ അകത്ത് വരും. ഇനി 90ൽ കുറഞ്ഞു കഴിഞ്ഞാലോ അത് സർക്കിളിന്റെ പുറത്തേക്കായിരിക്കും പോവാ. ഓക്കെ, അപ്പൊ നോക്കിയേ, ആംഗിൾ എ എവിടെ വരും? എ എത്രയാണ്? 95 ആണ്. ആംഗിൾ എ ഈക്വൽസ് എത്രയാണ്? 95 ആണ്. സ്വാഭാവികമായിട്ട് എവിടെ ആയിരിക്കും? ഇൻസൈഡ് ദി സർക്കിൾ ആയിരിക്കും. കാരണം എന്താണ്? ഗ്രേറ്റർ ദാൻ 90 ആണ്. ഗ്രേറ്റർ ദാൻ 90 എന്ന് കഴിഞ്ഞാൽ സർക്കിളിന്റെ അകത്തായിരിക്കും വരിക. ഇനി ആംഗിൾ സി ഈക്വൽ എത്രയാ? 90 ആണ്. 90 വന്നാൽ ഓൺ ദി സർക്കിൾ വരും അല്ലെ, സർക്കിളിൽ തന്നെ ആയിരിക്കും പോയിന്റ് വരിക. ഇനി സി പാർട്ടിലേക്ക് പോകാലോ. സി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എ സർക്കിൾ ഇസ് ഡ്രോൺ ത്രൂ ദി പോയിന്റ്സ് എ ബി സി വേർ വുഡ് ബി ദ പോയിന്റ് ഡി വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സർക്കിൾ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്? 3 പോയിന്റ്സ് കൺസിഡർ ചെയ്തു. ഏതൊക്കെയാണ്? എ ബി സി. ഈ 3 പോയിന്റ്സിനെ ടച്ച് ചെയ്ത് സർക്കിൾ വരച്ചാൽ ഡി എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരും? അതാണ് അടുത്ത ചോദ്യം. സി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബി സി ഈ 3 പോയിന്റിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. അങ്ങനെ ഒരു സർക്കിൾ വരച്ചാൽ ഡി എവിടെ വരും? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്കറിയാം എന്താണ്? എയും ബിയും സിയും എന്താണ് നമ്മൾ, അല്ലെങ്കിൽ 4 സൈഡും കൂടി സർക്കിളുമായിട്ട് ടച്ച് ചെയ്ത് വരികയാണെങ്കിൽ അതെന്താണ്? എന്ത് ട്രയാങ്കിൾ ആണ്? നമുക്കറിയാം എന്താണ്, സോറി, എന്ത് ക്വാഡ്രിലാറ്റർ ആണത്? സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണല്ലേ. 4ഉം ടച്ച് ആണെങ്കിൽ അത് സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആയിരിക്കും. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ കേസിൽ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്രയാണ്? 180 ആണ്. അല്ലെങ്കിൽ അത് സപ്ലിമെന്ററി ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി ആണ്. ഇനി അവിടെ എന്താണ്? സപ്ലിമെന്ററിയിലേക്ക് എത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് 180ൽ താഴെ വന്നാൽ അവിടെ എന്തായിരിക്കും? ആ പോയിന്റ് ഒരു പോയിന്റ് എന്തായിരിക്കും? സർക്കിളിന്റെ പുറത്തുള്ള പോയിന്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ 90നേക്കാൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് 90നേക്കാൾ കുറവാണെങ്കിൽ പുറത്താണ്, 90നേക്കാൾ കൂടുതലാണെങ്കിൽ അകത്തെന്ന് പറഞ്ഞാൽ തന്നെ 180നേക്കാൾ കൂടുതൽ ആണെങ്കിൽ അത് അകത്തും, 180നേക്കാൾ കുറവാണെങ്കിൽ അത് എന്തായിരിക്കും? പുറത്തുള്ളൊരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഈ 3 പോയിന്റ് എയും ബിയും സിയും നമ്മൾ ജോയിൻ ചെയ്തിട്ട് സർക്കിൾ വരച്ചാൽ ബി പ്ലസ് ഡി, ആംഗിൾ ബി പ്ലസ് ഡി എത്ര വരും നോക്കുക. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ത് വരും? ആംഗിൾ ബി നമുക്കറിയാം 100 ആണ്, പ്ലസ് നമുക്ക് ആംഗിൾ ഡി ഇപ്പൊ എത്ര കിട്ടി? 75 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ 175 എന്ന് പറയുന്നത് എന്താണ്? 180നേക്കാൾ കുറവാണ്. 180നേക്കാൾ കുറവാണെങ്കിൽ ഡി എന്തായിരിക്കും? ഡി ഈസ് ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി പാർട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. സി പാർട്ട് മാത്രം ജസ്റ്റ് ഒന്ന് ആലോചിക്കാനുള്ളൂ. അപ്പൊ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 24.